അപ്പോൾ ഇത് എൻ്റെ നിരപരാധിത്വം നിലവിൽ കോടതി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അതിൻ്റെ സമൻസ് ലെറ്ററും എല്ലാം വെച്ചിട്ട് നമ്മൾ ജാമ്യം എടുത്തിട്ടുണ്ട്. ഞാൻ മുഖേനയാണ് ഇവരെൻ്റെ നാട്ടുകാരൊക്കെ തന്നെ പല ആൾക്കാർ. അപ്പോൾ എന്നോടുള്ള വിശ്വാസത്തിന് പുറത്ത് തന്ന പൈസയാണ്. വീട്ടിലെ ഭാര്യമാരുടെ താലി വരെ വിറ്റിട്ടാണ് ഈ പൈസ കൊടുത്തത്. കുടുംബസ്വത്തായിട്ട് കിട്ടിയ വീട് ഞാൻ ഇപ്പം കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ മാവേലിക്കര ഒരു 15 സെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ എൻ്റെ ഒരു കാറുണ്ട്. 2ാം സമ്മാനം 5 സെൻറ്റ്, 3ാം സമ്മാനം 5 സെൻറ്റ്, 4ാം സമ്മാനം 5 സെൻറ്റ്, 5ാം സമ്മാനം കാർ. ഇത് ഇത്രയും സംഭവം കൊടുത്തുകൊണ്ട് തന്നെ ഇവരുടെ ഇടപാടുകൾ തീർക്കുക. ഞങ്ങളുടെ ഈ നറുക്കെടുപ്പിലൂടെ ഞങ്ങളെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയസിലും മറ്റ് ചാനലൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ഒരു മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് കുണ്ട്ര സ്വദേശി വിഷ്ണുവിൻ്റെ ആണ് ആ ന്യൂസ് വന്നിരിക്കുന്നത്. അതായത് വിഷ്ണു മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ 24ഓളം പേര് ജോർദാൻ വിസയ്ക്ക് വേണ്ടി വന്നിരുന്നതാണ്. അതിലൊരാൾ മാത്രമാണ് വിഷ്ണു. ബാക്കി 23 പേരും എൻ്റെ അടുത്തായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. അവർക്കെല്ലാം എല്ലാവരും ഉപജീവന മാർഗ്ഗത്തിന് ജോലി പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് കുറച്ച് ആൾക്കാർ വന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ജോർദാനിന് വേണ്ടി ഡ്രൈവർ വിസയ്ക്ക് വന്ന ആളാണ്. അപ്പം ഏപ്രിൽ 8-ാം തീയതി ഒരു കേസ്, ഒരു ലേഡി ഇവിടെ വന്ന് വിഷയം ഉണ്ടാക്കി ഒരു കേസ് കൊടുത്തു. അങ്ങനെ സ്റ്റേഷനിൽ വിളിക്കുകയുണ്ട്. അങ്ങനെ ഈ പെരിന്തൽമണ്ണയിലുള്ള ഏജൻസി പോകാൻ വേണ്ടി എൻ്റെ കൂടെ ഇവർ കൂട്ടുവിട്ട ഒരാൾ മാത്രമാണ് വിഷ്ണു. ആ ഒരു ബന്ധം വിഷ്ണു എനിക്കായിട്ടുള്ളൂ. വിഷ്ണു അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ വിസ കൊടുക്കുന്നതിന് മുമ്പും വിഷ്ണുവിനെ ഞാൻ കണ്ടില്ല. പൈസ അയച്ചത് വിഷ്ണു ആണെന്ന് എനിക്കറിയാം. ഈ പ്രശ്നങ്ങൾ വന്ന സമയത്താണ് വിഷ്ണുവിനെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അങ്ങനെ വിഷ്ണു ഈ പറഞ്ഞ തായ്ലൻഡിൽ പോയി ജോലിക്ക് പോയി. അപ്പോൾ പോകാൻ നേരത്തെ എന്നോട് സംസാരിച്ചിരുന്നു. എനിക്ക് തന്ന പൈസ 2,27,000 രൂപ ഈ പറഞ്ഞ ജോർദാനിന് വേണ്ടി തന്നു. അതിൽ ഇത് ഷോ മണി ആണെങ്കിൽ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിഷ്ണു 50,000 രൂപയോളം ഞാൻ ക്യാഷായിട്ട് കൊടുത്തു. ഇപ്പോൾ രക്ഷപ്പെടട്ടെന്ന് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അതിന് പോയി. പിന്നെ അതിനുശേഷം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നീടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ കൊണ്ടുപോയത് ഓച്ചറയുള്ള അമലെന്ന് പറയുന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പുള്ളിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ നിരപരാധിത്വം നിലവിൽ കോടതി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അതിൻ്റെ സമൻസ് ലെറ്ററും എല്ലാം വെച്ചിട്ട് നമ്മൾ ജാമ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ ജാമ്യത്തിൽ വ്യക്തമായിട്ട് കോടതിയിൽ നിന്ന് പോലീസ് കൊടുത്ത റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം ഏത് ചാനലിൽ വേണമെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ സത്യാവസ്ഥയുണ്ട്. അപ്പോൾ അവർ മറ്റെന്തോ ഗൂഢോദ്ദേശത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു സംഭവം. അവർ എന്താ ഇങ്ങനെ പറഞ്ഞത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറയാം, വിഷ്ണുവിന് ജോർദാൻ കേസിൽ പൈസ കൊടുക്കാനുണ്ട്. ജോർദാൻ വിസയായിട്ട് ബന്ധപ്പെട്ട് 50,000-ൻ്റെ ബാലൻസായിട്ട് ഇനി 1,77 കൊടുക്കാനുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ജോർദാൻ വിസയ്ക്ക് വേണ്ടി തന്നെ, അല്ലാതെ ഈ പറഞ്ഞ തായ്ലൻഡിൽ കൊണ്ടുപോകാനോ അതിനൊന്നും ഞാൻ പൈസ വാങ്ങിയിട്ടില്ല. ഞാൻ ഈ ഷോ മണി കാണിക്കാൻ വേണ്ടി പോലും പൈസ ചോദിച്ചപ്പോൾ കൊടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സത്യാവസ്ഥയിലുണ്ടായത്. പിന്നെ ഈ പറഞ്ഞ വിസയായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ജോർദാൻ വിസയ്ക്ക് 24 ആൾക്കാരുണ്ട് മൊത്തം. അതിലുള്ള ആൾക്കാരാണ് ഇവർ. പിന്നെ അതുകൂടാതെ ബാക്കിയുള്ളവരൊന്നും എത്തിയിട്ടില്ല. കാര്യം അവർ ജോലി തിരക്കേര് കാണുന്നത്. പിന്നെ വേറെ 20 പേരുണ്ട്, മൊത്തം 48. പെരിന്തൽമണ്ണയുള്ള ഫിൻജോബ്സ് എന്ന് പറയുന്ന ഏജൻസിയാണ് ഇവരുടെ പൈസ കൊണ്ട്. അത് ഞാൻ മുഖേനയാണ് ഇവരെൻ്റെ നാട്ടുകാരൊക്കെ തന്നെ പല ആൾക്കാർ. അപ്പോൾ എന്നോടുള്ള വിശ്വാസത്തിന് പുറത്ത് തന്ന പൈസയാണ്. അപ്പോൾ അത് കാരണമാണ് ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ പെടുകയുണ്ടായി. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവരുടെ എല്ലാവരുടെയും പൈസ ഞാൻ കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. എൻ്റെ കുടുംബസ്വത്തായിട്ട് കിട്ടിയ വീട് ഞാൻ ഇപ്പം കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ മാവേലിക്കര ഒരു 15 സെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ എൻ്റെ ഒരു കാറുണ്ട്. ഇതെല്ലാം വിറ്റ് ഞാൻ ഇവരുടെ പൈസ കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. അതിപ്പം ഈ ഇനി ഒരു 10-60 ദിവസം കൂടെ ബാലൻസ് ഉള്ളൂ. അതിനുള്ളിൽ ഇവരെല്ലാം പൈസ കൊടുക്കണം. അതിനുവേണ്ടി ഞാനൊരു കൂപ്പൺ നറുക്കെടുപ്പിൽ ഒരു മാർഗ്ഗത്തിലൂടെ അത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടിക്കറ്റിന് ഞാൻ 700 രൂപ വെച്ചിട്ട് കൊടുത്ത് എല്ലാ ടിക്കറ്റ് എടുക്കുന്നവർക്കും ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ലേഡീസ് ആണെങ്കിൽ ലേഡീസ് ബാച്ച്, ജെൻസ് ആണെങ്കിൽ ജെൻസ് ബാച്ച്, ഹാൻഡ് ബാഗ്, ഇങ്ങനെയാണ് സംഭവം കൊടുക്കുന്നത്. ഇത് കൊടുത്തിട്ട് ഇതിൽ നറുക്കെടുക്കുന്ന ആൾക്ക് 1ാം സമ്മാനമായിട്ട് ഈ വീടും 2100 സ്ക്വയർ ഫീറ്റ് വീടാണ്. 10 സെൻറ്റാണ്. തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട്, ഹെൽത്ത് സെൻ്ററുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, റെയിൽവേ സ്റ്റേഷൻ, റോഡാണ് എല്ലാം. നല്ല റോഡ് വഴിയും കാറ് കയറുന്ന വസ്തു എല്ലാം ഉണ്ട്. അതുപോലെ തന്നെയാണ് പ്രോപ്പർട്ടിയിൽ ഈ പറഞ്ഞ കൊണ്ട് വണ്ടി കയറി വരും. 15 സെൻറ്റ് വസ്തുവാണുള്ളത്. അത് 5 സെൻറ്റ് വീതം. 2ാം സമ്മാനം 5 സെൻറ്റ്, 3ാം സമ്മാനം 5 സെൻറ്റ്, 4ാം സമ്മാനം 5 സെൻറ്റ്, 5ാം സമ്മാനം കാർ. ഇത് ഇത്രയും സംഭവം കൊടുത്തുകൊണ്ട് തന്നെ ഇവരുടെ ഇടപാടുകൾ തീർക്കുക. പിന്നീട് കേസ് നടത്തി എന്തെങ്കിലും കാലത്ത് ഒരുപക്ഷെ പറ്റിച്ചു പോയ ഏജൻസിയിൽ നിന്ന് പൈസ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അങ്ങനെ ഒരു ചിന്തയിലാണ് നിൽക്കുകയാണ്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ പൈസ കൊടുക്കാനാണ് ഈ ഒരു സംരംഭം ചെയ്യുന്നത്. അതിനെല്ലാവരും സഹകരിക്കണം. അതിൻ്റെ എല്ലാ ഇതിനകത്ത് പെട്ട ആൾക്കാരാണ് ഇവരെല്ലാം. ഇവരോട് ഒരു പക്ഷേ ചോദിച്ചാൽ സത്യാവസ്ഥ ഇവർ പറയും. എൻ്റെ പേര് കുര്യാക്കോസ്. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. എനിക്കിതുപോലെ വിവിൻ്റെ കയ്യിൽ ഞാൻ 2,25,000 രൂപ കൊടുത്തിരുന്നു. അതുപോലെ വിസയുടെ കാര്യം പറഞ്ഞിട്ടാണ് കൊടുത്തത്. ജോർദാൻ്റെ വിസ അവർ എനിക്ക് തന്നതിന് ശേഷമാണ് ഞാൻ പൈസ കൊടുത്തത്. അതിന് ശേഷമാണ് ഈ വിസ വ്യാജമാണെന്ന് അറിഞ്ഞത്. അതിനുശേഷം പോകാൻ പറ്റിയില്ല. പിന്നെ ഈ നിൽക്കുന്നവരെല്ലാവരും അതേമാതിരി വിസയിൽപ്പെട്ടുപോയവരാണ്. ഇനിയിപ്പം വിപിൻ ഞങ്ങൾക്ക് പറഞ്ഞേക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ വീടും സ്ഥലവും വിറ്റിട്ട് എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ പൈസ തരാമെന്നാണ് ഏറ്റേക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെല്ലാവരും വീട്ടിലെ ഭാര്യമാരുടെ താലി വരെ വിറ്റിട്ടാണ് ഈ പൈസ കൊടുത്തത്. അപ്പോൾ അതുപോലത്തെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് എല്ലാവരും.
അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഈ നറുക്കെടുപ്പിലൂടെ ഞങ്ങളെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.